അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയാണ് മക്കളെ വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എങ്ങനെയുണ്ടായിരുന്നു നമ്മളെ കഴിഞ്ഞ പരീക്ഷയൊക്കെ? ഉഷാറായോ? നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കൊണ്ട് നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഉപകാരം ഉണ്ടായിട്ടുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങളൊരു കാര്യം ചെയ്യണേ, കഴിഞ്ഞ തഫ്സീറിൻ്റെ പരീക്ഷയിൽ ഏകദേശം എത്ര മാർക്ക് ഉണ്ടാകും എന്നുള്ളത് ഒന്ന് ജസ്റ്റ് കോമെൻറ്റ് ചെയ്യോ? എത്രയാണ് ഏകദേശം നിങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യണ മാർക്ക്? സ്വാഭാവികം പരീക്ഷാ ഹാളിൽ ഇരുന്നിട്ട് നമ്മൾ മാർക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കതൊരു പ്രത്യാശ ഉണ്ടാവും. എനിക്ക് ഇത്ര മാർക്ക് ഏകദേശം ഉണ്ടാവും. ലാസ്റ്റ് ടൈമിൽ അതാണല്ലോ പരിപാടി. അപ്പോൾ അത് നമുക്കൊന്ന് മനസ്സിലാക്കി നോക്കാം. ഇൻഷാ അല്ലാ നിങ്ങൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് കോമെന്റ് ചെയ്യണേ. പിന്നെ ഇൻഷാ അല്ലാ നമുക്ക് എന്ത് ചെയ്യാം, അധികം വൈകിപ്പോൾ അത് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? ഇൻഷാ അല്ലാ നമുക്ക് ഇന്ന് നോക്കാനുള്ളത് ദുറൂസുൽ ഇഹ്സാൻ ആണ് അല്ലേ? ദുറൂസുൽ ഇഹ്സാനിലെ കഴിഞ്ഞ വർഷങ്ങളിൽ വന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയെന്നുള്ളത് നമുക്ക് നോക്കിയേക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2024-25 ക്വസ്റ്റ്യൻ പേപ്പറാണ്. വൽ അക്രമു ഇൻദല്ലാഹി ഹുവ, വൽ അക്രമു ഏറ്റവും വലിയ മാന്യൻ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ, ഏറ്റവും വലിയ മാന്യൻ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ മാന്യൻ ആരാകുന്നു? അപ്പൊ നമുക്ക് നോക്കിയേക്കാം. അള്ളാഹുവിന്റെ അടുക്കൽ അപ്പൊ അത്തഖ്വ എന്നുള്ള പാഠം എടുക്കുക. അത്തഖ്വ നല്ല ഒരു അടിപൊളി പാഠമാണ്. ഇതില് നമുക്ക് എന്തുണ്ടാകും? വൽ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ വൽ അക്രമു ഇൻദല്ലാഹി ഹുവൽ മുത്തഖി. അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ മാന്യൻ ഹുവൽ മുത്തഖി, അത് തഖ്വ ഉള്ള ആളാണ്. അപ്പൊ നമുക്കത് ഇവിടെ ആൻസർ ഉണ്ടോ നോക്കാം. ദാ അൽ മുത്തഖി. ഒന്ന്, അൽ മർഉ അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അഹദുക്കും. അൽ മർഉ ഒരു മനുഷ്യൻ അലാ ദീനി ഖലീലിഹി തന്റെ കൂട്ടുകാരന്റെ മാർഗത്തിലാകുന്നു. ഫൽയൻദുർ അപ്പോൾ നോക്കിക്കൊള്ളട്ടെ, അഹദുക്കും നിങ്ങളിൽ ആരെങ്കിലും നോക്കട്ടെ. ആരിലേക്ക്? അപ്പൊ അതൊരു ഹദീസാണ്. ആ ഹദീസിന്റെ ബാക്കി നമുക്ക് പൂരിപ്പിക്കാനാണ്. അപ്പൊ നമുക്ക് ഇവിടെ അൽ ജലീസു സ്വാലിഹ് എന്നുള്ളൊരു പാഠം ഉണ്ടാവും. അൽ ജലീസു സ്വാലിഹ്, ആ ജലീസു സ്വാലിഹ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അതാക്കണ്ടോ? അൽ മർഉ അലാ ദീനി ഖലീലി ഫൽയൻദുർ അഹദുക്കും മൻ യുഖാലിൽ, അവന്റെ കൂട്ടുകാരനെ നോക്കട്ടെ. അപ്പോ ഒരാളുടെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിലേ എന്ത് ചെയ്താൽ മതി? അവന്റെ കൂട്ടുകാരനിലേക്ക് നോക്കിയാൽ മതി. അവന്റെ കൂട്ടുകാരൻ ആരാണോ അവന്റെ സ്വഭാവം പോലെ തന്നെ ആയിരിക്കും ഇവനുണ്ടാവുക. അപ്പോൾ നമുക്ക് അഹദുക്കും ഫൽയൻദുർ അഹദുക്കും മൻ യുഖാലിൽ രണ്ടാമത്തെ കിട്ടി. ഫഅവ്വലു അത്വാരി ഖൽഖിൽ ഇൻസാൻ, മനുഷ്യ സൃഷ്ടിപ്പിന്റെ ആദ്യത്തെ ഘട്ടം ഏതാണ്? ഒന്നാമത്തെ പാഠം എടുത്ത് നോക്കിയേക്ക്. ഒന്നാമത്തെ പാഠത്തില് അവ്വലു അത്വാരു ഖൽഖിൽ ഇൻസാൻ എന്നുള്ളത് ആരാന്നുണ്ട്. ഫഅവ്വലു അത്വാരു ഖൽഖിൽ ഇൻസാൻ, മനുഷ്യൻ ആ സൃഷ്ടിപ്പ്, അതിന്റെ ഏറ്റവും സ്റ്റാർട്ടിങ് പോയിന്റ് അന്നുത്തുഫത്വമാണ്, ബീജത്തുള്ളിയാണ് അതിന്റെ സ്റ്റാർട്ടിങ്. അപ്പൊ നോക്കിയേക്ക്, അന്നുത്തുഫത്ത് ഇവിടെ ഉണ്ടോ? യെസ്, 3 അന്നുത്തുഫത്ത്. മുഅ്ജിസാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഏതാ? അതിൽ നമുക്ക് അൽ ഈമാനു ബിർ റുസുൽ എന്നുള്ള പാഠം നിർത്തി. രണ്ടാമത്തെ പാഠം അതിൽ പറയുന്നുണ്ട് ഇവിടെ കണ്ടോ? അപ്പോൾ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്ക് അവിടെ ഞാൻ അതിന്റെ ആൻസറിന്റെ പുറമെ മറ്റൊരു ആൻസറും കൂടി പറയാണ്. നമ്മുടെ നബിത്തങ്ങളുടെ ഒരുപാട് മുഅ്ജിസത്തുകൾ ഇവിടെ പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? ചന്ദ്രൻ പിളരുക, ഇൻഷിഖാഖുൽ ഖമർ, മൃഗങ്ങളോട് സംസാരിക്കുക, വിരലുകൾക്കിടയിൽ നിന്ന് വെള്ളം ഉറവിയെടുക്കുക, ഇസ്രാ മിഅറാജ്, ഇതല്ലാത്ത ഒരുപാട് മോചിതത്തുണ്ട്. നമുക്കിവിടെ പ്രധാനപ്പെട്ടത് നബിത്തങ്ങളുടെ ഏറ്റവും വലിയ മോചിതത്ത് എന്നുള്ളത് അൽ ഖുർആനുൽ അളീം, ഖുർആനാണ്. ഇനി ഈ പാഠത്തിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഏതാ വെച്ച് കഴിഞ്ഞാൽ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ മോചിതത്ത് ഏതാണ്? സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെ മോചിതത്ത് ഏതാണ്? അതേപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മോചിതത്ത് ഏതാണെന്നൊക്കെ പഠിക്കാണ്ട്. ഈ പാഠത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള കാര്യം ഏതാണെന്നറിയോ? ഇതാ മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളതാണ് ഏറ്റവും പഠിക്കാൻ. വൽ മുഅ്ജിസത്തു അംറുൻ ഖാരിഖുൻ ലിൽ ആദത്തി യദ്ഹറു അലാ മുദ്ദഇ നുബുവ്വതി ഇൽഹാറു ലിസ്ദിഖിഹി, താൻ പറയുന്നത് സത്യമാണെന്ന് തെളിയിക്കാൻ വേണ്ടി നുബുവത്ത് വാദിക്കുന്ന ഒരാളിലൂടെ താൻ പറയുന്നത് സത്യമാണെന്ന് തെളിയിക്കാൻ വേണ്ടി പതിവിന് വിപരീതമായി സംഭവിക്കുന്ന കാര്യങ്ങൾക്കാണ് എന്ത് നമ്മുടെ മോചിതത്തെ എന്ന് പറയാം കേട്ടോ. അപ്പൊ അത് നോക്കി വെക്കണേ. അപ്പൊ നമുക്കിവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മോചിതത്ത് ഏതാണ്?
ഖുർആനുൽ അലീം. അസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ഇല്ല എന്നുള്ള മിൻ അഫ്ളലിൽ അമാലി, ഏറ്റവും പുണ്യമായ പ്രവർത്തനമാണ് നബി തങ്ങളുടെ മേലെ സ്വലാത്ത് ചെല്ലുക. അത് നിർബന്ധമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. നെക്സ്റ്റ് പേജ്. വെള്ളത്തിൻ്റെയും മനുഷ്യൻ കുടിക്കുന്ന വെള്ളത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെയും പോഷകമുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഉറവിടം എവിടെ നിന്നാണ്, അതിൻ്റെയൊക്കെ മെയിൻ പോയിന്റ്, അതിൻ്റെയൊക്കെ കേന്ദ്രം എവിടെ നിന്നാണെന്നുള്ളതാണ്. നമ്മൾ ഒന്നാമത്തെ പാഠം എടുക്കാം. ഒന്നാമത്തെ പാഠത്തിലുണ്ട് ഇൻസാൻ, മനുഷ്യർക്ക് കിട്ടുന്ന പോഷകം മിനലാത്തതിനെ പറ്റി, ഭക്ഷണത്തിൽ നിന്നും പാനീയത്തിൽ നിന്നും മനുഷ്യന് കിട്ടുന്ന പോഷകത്തിന്റെ ഉറവിടം എവിടെ നിന്നാണ്? ഹുവ തുറാബ്, അത് മണ്ണാണ്. അതുകൊണ്ടാണ് മണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ടു എന്നൊക്കെ പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അതിന്റെ പോഷകം എവിടുന്നാണ്? മണ്ണിൽ നിന്നാണ്. അപ്പൊ മിന തുറാബ്. ഓക്കെ. അൻ നബിയോ ദക്കറുൻ ഹുറുൻ മുഖ്ബിറുൻ അനില്ലാഹി തആല. അപ്പൊ നബി എന്താന്നുള്ളത് നമുക്കിവിടെ പഠിക്കാണ്ട്. നബി എന്താണെന്ന്, നബി ആരാണെന്നുള്ളതൊക്കെ. അപ്പൊ നബി എന്ന് പറഞ്ഞാൽ ആരാണെന്ന് നമുക്ക് നോക്കിയേക്കാം. രണ്ടാമത്തെ പാഠം എടുക്കും, അൽ ഈമാനു ബിർ റസൂൽ എന്നുള്ള പാഠത്തിൽ മനിൻ നബി, ആരാണ് നബി? നബിയു ദക്കറുൻ ഹുറുൻ മുഖ്ബിറുൻ അനില്ലാഹി തആല ബി വഹീൻ, വഹീ കൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് അറിയിക്കപ്പെട്ട സ്വതന്ത്രനായ പുരുഷനാകുന്നു നബി. നബിയു ദക്കറുൻ, ഒരു പുരുഷനാണ്, ഹുറുൻ സ്വതന്ത്രനായ, മുഖ്ബിറുൻ അനില്ല, അള്ളാഹിനെ കുറിച്ചിട്ട് എങ്ങനെയാ നബിക്ക് വിവരം കിട്ടിയത് അറിയോ? ബി വഹീൻ, വഹീ മുഖേനയാണ് വിവരം കിട്ടിയത്. അങ്ങനത്തെ ഒരാൾക്കാണ്, അങ്ങനത്തെ ഒരു വ്യക്തിക്കാണ് നബി എന്ന് പറയാം. ഇനി ഇവിടെ നബി എന്നുള്ളത് ഇൻ ഉമിറ ബി തബ്ലീ, സ്വന്തം അള്ളാഹുവിനെ കുറിച്ച് അതേപോലെ തന്നെ ദീനിനെ കുറിച്ചിട്ടൊക്കെ ആ നബി സ്വന്തം ചെയ്താൽ മതി, സ്വന്തം കാര്യങ്ങൾ ചെയ്താൽ മതി. പക്ഷേ മറ്റുള്ളവരിലേക്കും കൂടി ആ കാര്യങ്ങൾ നിങ്ങൾ എത്തിച്ചു കൊടുക്കണം എന്ന് അള്ളാഹു കൽപ്പിച്ചു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിക്ക് പറയപ്പെടുന്ന പേരാണ് റസൂല്, പ്രവാചകൻ, ദൂതൻ. അപ്പോൾ ഇനി ഇവിടെ ഏറ്റവും നബിയാണോ റസൂലാണോ അഫ്ലല്? റസൂലു അഫ്ലലു മിനൻ നബി, നബിയേക്കാൾ ഏറ്റവും ശ്രേഷ്ഠത് റസൂലാണ്. ഓക്കെ. റസൂല് അഫ്ലലു മിനൻ നബി, നബിയേക്കാൾ ശ്രേഷ്ഠതാണ്. അനില്ലാഹി തആല ബി വഹീൻ, വഹിയെ കൊണ്ട് അറിയിക്കപ്പെടുക. വമൻ അറാദൽ ഇസ്സത ഫി ദുനിയ വദ്ദീന വൽ ബറകത ഫിൽ അമലി വർ-റിസ്ഖി, ആർക്കെങ്കിലും ദുനിയാവിലെ, നമ്മൾ ഈ ദുനിയാവിലെ ദീനും ദീനിനും ബറക്കത്തിലും വൽ ബറക്കത്ത് ഫിൽ അമലി വർ-റിസ്ഖി, റിസ്ഖ് ഉണ്ടാവണമെന്നും അവൻ്റെ പ്രവർത്തനങ്ങളിൽ ബർക്കത്ത് ഉണ്ടാവണം, ദീൻ ഉണ്ടാവണം, ദുനിയാവ് ഉണ്ടാവണം, നല്ല പ്രതാപം ദീനിലും ദുനിയാവിലും, അവനവൻ്റെ ദീനിലും ദുനിയാവിലും ഒക്കെ നല്ല പ്രതാപം, നല്ല ഉയർച്ചയൊക്കെ ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? തഖ്വന്റെ പാഠെടുത്ത് നോക്കിയും, തഖ്വന്റെ പാഠെടുത്ത് കഴിഞ്ഞാൽ അത് അവിടെ ഉണ്ടാകും. ഒമൻ അറാദ, അത് എവിടെ വരുന്നത്? ഫഅലൈഹി ബി തഖ്വല്ലാ എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഒമൻ അറാദ വേറെ ഇവിടെ തന്നെ വരിക. ഒമൻ അറാദൽ ഇസ്സ ഫി ദുനിയ വദ്ദീന വൽ ബറകത ഫിൽ അമലി വർ-റിസ്ഖി ഫഅലൈഹി ബി തഖ്വല്ലാ, അള്ളാഹുവിന്റെ മേൽ തഖ്വ ചെയ്യൽ അവനക്ക് നിർബന്ധമാണ്. ഓക്കെ. ഫവായിദ് സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന ഉപകാരങ്ങൾ ഏതൊക്കെ നമുക്ക് നോക്കാം. സല്ലു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള നാലാമത്തെ പാഠം നമുക്കൊന്ന് എടുത്തു നോക്കിയേക്കാം. അതിൽ പറയുന്നുണ്ട് നബി തങ്ങളുടെ മേൽ സ്വലാത്ത് വെച്ച് കഴിഞ്ഞാൽ വലി സ്വലാത്തി അലൈഹി ഫവായിദുൻ കസീറ, ധാരാളം ഫായിദകളുണ്ട്. ഏതൊക്കെയാണ്? നബിയുടെ മേൽ 10 സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി ബിഹ അശറ, അള്ളാഹു അവന്റെ മേൽ 10 സ്വലാത്ത് ചെല്ലും. ഒരു സ്വലാത്തിന് 10 സ്വലാത്താ കൂലി. ദുനൂബ്, തെറ്റുകൾ പൊറുക്കപ്പെടും. അൽ മുസല്ലി, നിസ്കരിക്കുന്നവന്റെ സ്വലാത്ത് ചെല്ലുന്നവന്റെ തെറ്റുകൾ പൊറുക്കപ്പെടും, അവന്റെ ദറജ ഉയർത്തപ്പെടും. ഓക്കെ. പിന്നെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? വേറെ പറയുന്നുണ്ട് അവന്റെ 10 തെറ്റുകൾ മായ്ക്കും. അങ്ങനെയുള്ള കുറച്ച് ഏതെണ്ണൊക്കെ ഒരു 3 2 3 ഒക്കെ എന്ത് ചെയ്യാൻ മതി? നല്ല ഷാറായിട്ട്
പഠിച്ചാൽ മതി. ഈ പാഠത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് കേട്ടോ. അല്ല സ്വലാത്ത് ചെല്ലുണ്ട് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? അർറഹ്മത്തുൽ മക്റൂനത്തു ബിത്തഅ്ലീം, ആദരവിനോട് അന്വരിച്ച രീതിയിൽ കരുണ ചെയ്യുന്നുണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, റഹ്മത്തുൽ മക്റൂനത്തു ബിത്തഅ്ലീം. എന്നാ ബാക്കിയുള്ളൊരു സ്വലാത്തില്ല എന്നുള്ള ഉദ്ദേശം എന്താണ്? വമിന ഗൈരിഹി അദ്ദുആ, നമ്മളെല്ലാവരും നബിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. മിൻ ഷഖാവത്ത് ഇബ്നു ആദം, മനുഷ്യന്റെ പരാജയത്തിൽപ്പെട്ട രണ്ട് കാര്യം. വമിൻ ഷഖാവത്ത് ഇബ്നു ആദം, അത് ഏതാണെന്നുള്ളത് അൽ ഖദറു വൽ ഖലാഉ എന്നുള്ള പാഠം എടുക്കുക. അൽ ഖദറു വൽ ഖലാഉ എന്നുള്ള പാഠം, റിലാസ് ബിൽ ഖദർ. അവിടെ വമിൻ സആദത്ത് ഇബ്നു ആദം എന്ന് പറയുന്നുണ്ട്, വമിൻ ഷഖാവത്ത് ഇബ്നു ആദം എന്നുള്ളത് പറയുന്നുണ്ട്. നമുക്കത് നോക്കിയേക്കാം. വമിൻ ഷഖാവത്തി ഇബ്നു ആദം ഏതാ? തർക്കുഹു ഇസ്തിഖാറത്തല്ലാഹി വസുഖ്തുഹു ബിമാ ഖലല്ലാഹു ലഹു. രണ്ട് കാര്യം പറഞ്ഞു. ഏതാ? അള്ള വിധിച്ച ഒന്നിൽ അതൃപ്തി പ്രകടിപ്പിക്കുക, അതേപോലെ തന്നെ അതിൽ ദേഷ്യപ്പെടുക. ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്? അതായത് ഇസ്തിഖാറത്തല്ലാഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് ഖൈർ ചോദിക്കുക. അള്ളാഹുവിനോട് ഏത് കാര്യത്തിനും അള്ളാഹുവേ എനിക്ക് നീ ഖൈറായത് നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നത്, അതിന് ഒഴിവാക്കുക. ഒന്ന്. രണ്ട്, അള്ളാഹ് അവൻക്ക് വിധിച്ച കാര്യത്തിൽ അള്ളാഹുവിനോട് ദേഷ്യപ്പെടാം. ഈ രണ്ട് കാര്യങ്ങൾ അവൻക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്താണ്? അവന്റെ പരാജയത്തിൽപ്പെട്ട കാര്യമാണ്. ഇനി നമുക്ക് വമിൻ സആദത്ത്, അവന്റെ ഒരാളുടെ വിജയത്തിൽപ്പെട്ട കാര്യം ഏതൊക്കെയാണ്? അള്ളാഹ് കൊടുത്തുകൊണ്ട് തൃപ്തിപ്പെടുക. ഇബ്നു ആദം റിളാഹു ബിമാ ഖലല്ലാഹു ലഹു, അള്ളാഹ് കൊടുത്തുകൊണ്ട് തൃപ്തിപ്പെടുക. അപ്പൊ രണ്ട് കാര്യം. അവന്റെ പരാജയത്തിൽപ്പെട്ട കാര്യം ഏതാണ്? അള്ളാഹുവിനോട് ഖൈറിനെ ചോദിക്കലിനെ ഒഴിവാക്കുക, അള്ളാഹ് നൽകിയ ഒന്നുകൊണ്ട് ദേഷ്യപ്പെടുക. ഇതാണ് രണ്ട് കാര്യങ്ങൾ കേട്ടോ. ഇനിയോ? അപ്പൊ ആ രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അൽ മുർജിയത്ത് ആരാണ്, അൽ ഖദരിയത്തു ആരാണ് എന്നുള്ളതാണ്. അൽ മുർജിയത്തു വൽ ഖദരിയത്തു നമുക്ക് നോക്കിയേക്കാം. അൽ മുർജിയത്തു വൽ ഖദരിയത്തു നമുക്ക് റിളാ ബിൽ ഖദർ എന്നുള്ള ഈ പാഠത്തിൽ തന്നെ അടിക്ക് ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ കാണും അൽ മുർജിയത്തു വൽ ഖദരിയത്തു. മുർജിയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഹുമുല്ലദീന യഖൂലൂന അൽ അഫ്ആലു കുല്ലുഹാ ബി തഖ്ദീരില്ലാഹ് വലൈസ ലിൽ ഇബാദത്തി ഇഖ്തിയാറുൻ. പിന്നെ അതേപോലെ തന്നെ വൽ ഖദരിയത്ത് പറഞ്ഞാൽ ഹൽമുൽ മുൻകറൂന ലിൽ ഖദർ. രണ്ടും നേരെ കണ്ടിട്ട് മനസ്സിലാക്കണം. മുർജിയത്ത് എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹുവിന്റെ വിധിപ്രകാരമാണ് സംഭവിക്കുന്നത്, അതിനാൽ അടിമകൾക്ക് യാതൊരു സ്വാതന്ത്ര്യവുമില്ല, തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യവുമില്ല. അപ്പോൾ അള്ളാഹ് എന്താ വിധിച്ചത് അത് നടക്കും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ നടന്നാൽ മതി. അള്ളാഹ് വിധിച്ചതൊക്കെ നമുക്ക് ഇങ്ങനെ സംഭവിച്ചോളും. അള്ളാഹ് നമുക്ക് ഭാവിയിൽ വലിയ ആളാവണമെന്ന് വിധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വെറുതെ കുത്തിരുന്നാലും മതി, നമ്മൾ വലിയ ആളായിക്കോളും. അതാണ് ഈ ഒരു മുർജിയത്തിന്റെ വിഭാഗമായ ആളുകളുടെ വാദം. പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യണ്ട. ഇനി അള്ളാഹ് ഞാൻ ഭാവിയിൽ ചീത്ത ആളാവാനോ ഉദ്ദേശിച്ചെങ്കിൽ ഞാൻ എത്ര പരിശ്രമിച്ചിട്ടും കാര്യമില്ല, ഞാൻ ചീത്ത ആളാവന്നെ ചെയ്യും. അത് പറ്റുമോ? ഇല്ല. മനുഷ്യർക്ക് അള്ളാഹു തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലത് ഏതാ ചീത്തത് ഏതാന്ന് തെരഞ്ഞെടുക്കാനുള്ള കഴിവ്, അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം അള്ളാഹു അവൻക്ക് നൽകിയിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ അതിന്റെ അറബ് മലയാളം എഴുതേണ്ടത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല്, പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹുവിന്റെ വിധിപ്രകാരം സംഭവിക്കുന്നതാണ്. മനുഷ്യർക്ക്, അടിമകൾക്ക് യാതൊരു തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യവും ഇല്ല എന്ന് പറയുന്നവരാണ് അൽ മുർജിയത്ത്. ഓക്കെ, ഖദരിയത്ത് പറഞ്ഞാലോ? ഖദരിയത്ത് പറഞ്ഞാൽ എന്താ? ഹുമുൽ മുൻകിറൂന ലിൽ ഖദർ, വിധിയെ നിഷേധിക്കുന്നവരാണ് അൽ ഖദരിയത്തു. ഹുമുൽ മുൻകിറൂന ലിൽ ഖദർ, വിധിയെ നിഷേധിക്കുന്നവരാണ് ഖദരിയങ്ങൾ കേട്ടോ. ഖദരിയത്താണ്. ഞാൻ അവിടെ ചോദ്യം എങ്ങനെ വരിക? സിൻഫാനി മിൻ ഉമ്മത്തി ലൈസ ലഹുമാ ഫിൽ ഇസ്ലാമി നസീബുൻ, എൻ്റെ ഉമ്മത്തിൽ നിന്ന് ഇസ്ലാമിൽ യാതൊരു സ്ഥാനവും ഇല്ലാത്ത രണ്ട് വിഭാഗം ഏതാണെന്ന് ചോദ്യം വന്നാൽ നമുക്കിത് എഴുതാം. അൽ മുർജിയത്തു വൽ ഖദരിയത്തു എന്നുള്ളത് എഴുതാം. അടുത്തതോ, മാദാ യഫ്അലുൽ ഇൻസാനു ഇദാ അസാബുൽ ഖൈർ, ഒരു മുഅ്മിനായ മനുഷ്യർക്ക് നന്മ എത്തിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? നല്ല കാര്യം എത്തിക്കഴിഞ്ഞാൽ ഒരു മുഅ്മിനായ ഇപ്പോൾ ഒരു കാറ് മേടിച്ചു, അയാൾക്ക് സംബന്ധിച്ച ഖൈറല്ലേ. അപ്പം എന്താ അയാൾ ചെയ്യുക? അയാൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നമുക്ക് ഏത് പാഠത്തിലാണ് നമുക്ക് പഠിക്കാനുള്ളത്? അൽ ഖദറിന്റെ പാഠത്തിൽ തന്നെ. അപ്പൊ ഈ ഖദറിന്റെ പാഠത്തിൽ നമുക്കത് നോക്കിയേക്കാം. ഈ ഭാഗത്ത്
ഫൈദ അസാബോ ഹൈറൻ, ഒരു നന്മ എത്തിക്കഴിഞ്ഞാൽ യഅ്തഖിദ്, ഫസ്റ്റ് കാര്യം യഅ്തഖിദു അന്നോ മാ ഖദ്റല്ലാഹു തആല ഫിൽ അസൽ, അള്ളാഹു ഇത് അവൻക്ക് പണ്ടേ വിധിച്ച കാര്യമാണ്. ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒന്ന്, അള്ളാഹു ഇത് അവൻക്ക് പണ്ടേ വിധിച്ച കാര്യമാണ്. രണ്ട്, വയഹ്മദുല്ലാഹ്, അള്ളാഹുവിനെ എന്നിട്ട് ഹംദ് ചെയ്യണം, സ്തുതിക്കണം. വയഷ്കുറു, എന്നിട്ട് അവൻ്റെ മേൽ ശുക്ർ ചെയ്യണം. ഇതാണ് എന്ത് ചെയ്യണത്? പരീക്ഷൻ്റെ റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞാലേ പഠിച്ചവനെ ഇത് എനിക്ക് പഠിച്ചവൻ പണ്ടേ വിധിച്ച കാര്യമാണ്, അൽഹംദുലില്ലാ, എന്നിട്ടൊരു ശുക്രും ചെയ്യുക. ഓക്കെ. ഇനി ഒരാൾക്ക് ചീത്ത കാര്യം എത്തിച്ചെങ്കിലോ അവൻക്ക് അള്ളാഹ് അത് പണ്ടേ വിധിച്ചാണെന്ന് ആദ്യം മനസ്സിലാക്കണം. വയസ്ബിറു അലൈൻ്റെ മേൽ സബർ ചെയ്യണം. വയഹ്തസിബു ഫീഹി, അവൻക്ക് അതിൻ്റെ മേൽ പ്രതിഫലം ആഗ്രഹിക്കും, ക്ഷമിക്കുന്നതിന് പ്രതിഫലം ആഗ്രഹിക്കും വേണം. വയതവക്കുലു അലൈഹി തആല, അള്ളാഹുവിൻ്റെ മേൽ എന്ത് ചെയ്യണം? തവക്കുല് ചെയ്യണം. ഇതാണ് എന്താണ് ചീത്ത കാര്യം എത്തിക്കഴിഞ്ഞാൽ അവന് ചെയ്യേണ്ട കാര്യം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാഹിയ തഖ്വ, തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പം നമുക്ക് തഖ്വൻ്റെ പാഠം ജസ്റ്റ് അങ്ങനെ എടുത്തു നോക്കാം. തഖ്വൻ്റെ പാഠം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഹുവ അൽ ഇംതിസാലു ഹിയ ഇബാറത്തുൻ അൻ ഇംതിസാലി അവാമിരില്ലാഹി തആല വ ഇജ്തിനാബിൻ നവാഹി, കൽപ്പിച്ച കാര്യങ്ങൾ കൊണ്ട് അള്ളാഹുവിന് വഴിപ്പെടുകയും വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കലുമാണ് തഖ്വ. കൽപ്പിച്ച കാര്യങ്ങൾ കൊണ്ട് വഴിപ്പെടലും വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കലുമാണ് തഖ്വ എന്നുള്ളതാണ് തഖ്വ എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ. മാഹുവ മസലുൽ ജലീസ് സ്വാലിഹ്, നമുക്ക് ഈ പാഠത്തില് അടുത്ത കൂട്ടുകാരൻ, നമ്മുടെ കൂട്ടുകാരൻ, നല്ല കൂട്ടുകാരനും ചീത്ത കൂട്ടുകാരനും ഒരു എക്സാമ്പിള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കറക്റ്റ് വ്യക്തമാക്കി പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ജലീസു സ്വാലിഹ് എന്നുള്ള പാഠം എടുത്തു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകും. ഇന്നമാ മസലുൽ ജലീസ് സ്വാലി വ ജലീസ് സോ, ജലീസ് സ്വാലി ആട്ടോ. ഫസ്റ്റ് ജലീസ് സ്വാലി പറയാണ് എങ്ങനെ? കഹാമിലിൽ മിസ്ക്, ഹാമിലിൽ മിസ്ക് കേട്ടോ. ജലീസ് സുവോ വനാഫിഖുൽ കീർ, ജലീസ് സ്വാലി ഹാമിലിൽ മിസ്ക്, അത്തർ കച്ചവടക്കാരനെ പോലെയാണ്. അത്തർ കച്ചവടക്കാരൻ്റെ ഒപ്പം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അയാളുടെ നിന്നുള്ള അത്തറിന്റെ മണമൊക്കെ നമ്മുടെ മേത്തുണ്ടാവും. നമ്മൾ എങ്ങോട്ട് പോവുകയാണെങ്കിലും ആ സ്മെല്ലുണ്ടാവും. അപ്പൊ മോശപ്പെട്ട കൂട്ടുകാരൻ്റെ ഉദാഹരണം നാഫിഹുൽ കീർ, ഉലയിലൂതുന്ന കൊല്ലന്റെ പോലെയാണ്. അപ്പൊ എന്താണ് ഉലയിൽ ഊതിക്കുന്ന കൊല്ലന്റെ പ്രശ്നം? അയാളുടെ അടുത്ത് പോയിരുന്നു കഴിഞ്ഞാൽ ഉലയിൽ ഊതുന്ന സമയത്ത് ആ തീപ്പൊരിയൊക്കെ നമ്മുടെ ഡ്രസ്സിലേക്ക് വന്നത് ഇങ്ങനെ കരിഞ്ഞൊരു വാസന ഉണ്ടാവും, ഒരു പുക അലയ മണം ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഡ്രസ്സൊക്കെ കീറും, ആളുകളുടെ ഇടയിൽ പോകുമ്പോൾ അതൊക്കെ കാണും. അതാണ് നബി തങ്ങൾ കൊടുത്ത രണ്ട് ഉപമ. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ ഇത് കഴിഞ്ഞു. നെക്സ്റ്റ് എന്താണ്? അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. യക്തസിബുൽ ഇൻസാനുൽ അസ്ദിഖാഉ മിമ്മ, മനുഷ്യർക്ക് കൂട്ടുകാരന്മാരൊക്കെ എവിടുന്ന കിട്ടുക? മിനൽ മലാഇബി വൽ കുല്ലിയാത്തി വൽ മദ്രസത്തി, അങ്ങനെ കുറേ ഓപ്ഷൻ ഉണ്ട് അല്ലേ? ഈ പാഠത്തിന്റെ തുടക്കത്തിൽ തന്നെ ഉണ്ട്. എവിടുന്നതാ? മിനൽ മദ്രസകളിൽ നിന്ന്, കോളേജിൽ നിന്ന്, കളിസ്ഥലങ്ങളിൽ നിന്ന്, പിന്നെ ജോലി സ്ഥലങ്ങളിൽ നിന്ന്, അങ്ങാടികളിൽ നിന്ന്. 1, 2, 3, 4, 5 സ്ഥലങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇതാ അസാബിൽ മുഅ്മിനു ശർറുൻ ഫമാദാ യഅ്തഖിദു, ഒരു മുഅ്മിനിന് ഷർർ എത്തി കഴിഞ്ഞാൽ അവൻ എന്താണ് ആദ്യം വിശ്വസിക്കേണ്ടത്? അന്നഹു യഅ്തഖിദു അന്നല്ലാഹു സുബ്ഹാനഹു വ തആല ഖദ്ദറ ഫിൽ അസൽ, ഇത് അള്ളാഹു അവൻക്ക് പണ്ടേ വിധിച്ച കാര്യമാണ് ആദ്യം വിശ്വസിക്കണം. എന്നിട്ട് അവൻക്ക് വയസ്ബിറു അലൈഹി, അതിനെ മേലെ ക്ഷമിക്കണം. വയഹ്തസിബു ഫീ, അതിൽ പ്രതിഫലം ആഗ്രഹിക്കും വേണം. മാത്രമല്ല പിന്നെ അവനോട് എന്ത് ചെയ്യണം? പ്രതിഫലം ആഗ്രഹിക്കും വേണം. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ടല്ലോ, അതേതാ? അതിപ്പോ ഏതായിരുന്നു റബ്ബേ? ഇതാ നോക്കി വയതവക്കുലു അലൈഹി, അള്ളാഹുവിന്റെ മേൽ തവക്കുല് ചെയ്യും വേണം കേട്ടോ. ഓക്കെ, തവക്കുല് ചെയ്യും വേണം എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് നോക്കുക, ബൈത്താണ്. തഖ്വൽ ഇലാഹു മദാറു കുല്ലി സഅദത്തിൻ വതിബാഉ അഹ്ലി റഅസു ശർരി ഹബായില. നല്ല പാട്ടല്ലേ? പാട്ട് പാടാൻ അറിയൊന്നുമില്ല. അപ്പോൾ നമുക്ക് നോക്കിയേക്കാം. ഈ നമ്മുടെ പാഠങ്ങളിൽ ചില ബൈത്തുകൾ വന്നിട്ടുണ്ട്. പൊതുപരീക്ഷയ്ക്ക് അതൊക്കെ പ്രത്യേകം എടുത്ത് നോട്ട് ചെയ്ത് പഠിക്കണേ. അപ്പോൾ ഒന്ന് ദഇൽ അയ്യാമ തഫ്അലു മാ തശാവതു ബിനഫ്സിൻ ഇദാ ഹക്കമൽ ഖലാഉ, ഈ ബൈത്ത് ഒന്ന് പഠിച്ചു വെച്ചോളണേ. പിന്നെ അതേപോലെ തന്നെ
മറ്റു വേറെ സ്ഥലങ്ങളിലൊക്കെ ബൈത്തുകൾ വരുന്നുണ്ട്. ജലീസ് സ്വാലി, നമുക്കിവിടെ തക്വൽ ഇലാഹല്ലേ, അത് ഏത് പാഠത്തിലാണ്? തക്വന്റെ പാഠത്തിലാണ്. ലാസ്റ്റ് ഉണ്ട് തക്വൽ ഇലാഹു മദാർ കുല്ലി സആദത്തിൻ വതിബാഉ അഹ്വ റഅസു ശർരി ഹബായില. അള്ളാഹുവിനെ പേടിക്കുക എന്നുള്ളതാണ് എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനം. മോശമായ അഹ്വ, അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ഇച്ഛ, ശരീരം ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ പിൻപറ്റുക എന്നുള്ളതാണ് എല്ലാ തിന്മകളുടെയും തല, കയറ് എന്നൊക്കെ നമുക്ക് അവിടെ പറയാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ചർച്ച ചെയ്യാം. ഏതാണ്? 2021 ക്വസ്റ്റ്യൻ പേപ്പർ, 21, 22 ക്വസ്റ്റ്യൻ പേപ്പറാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് പഠിച്ചത് പ്രകാരം അഫ്ളലു മിനൻ നബി തുഖവ്വിമുൽ അഖ്ലാഖ് മൻ ദുക്കിറത ഇൻദഹു വലം യുസല്ലി അലൈഹി ലഹുൽ ബിശാറത്തു ഇൻദൽ മൗത്ത് അലാ ദീനി ഖലീലി. എന്താണ് നമുക്കിവിടെ ഇതിൽ ഓപ്ഷൻ കിട്ടുന്നത്? തഖ്വ എന്നുള്ളത് നമ്മുടെ ശരീരത്തെ, നമ്മുടെ സ്വഭാവങ്ങളെ നന്നാക്കുന്നതാണെന്നല്ലേ? ഇതാ നമ്മുടെ സ്വഭാവത്തെ നന്നാക്കുക അല്ലേ? അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ തഖ്വ എന്നുള്ളത് തുഖവ്വിമുൽ അഖ്ലാഖ്, നമ്മുടെ സ്വഭാവങ്ങളെ നന്നാക്കൂലേ? അപ്പോൾ ഒന്ന് നമുക്ക് ഇതിടാം. പിന്നെ നമുക്ക് അൽ മർഉ, ഒരു മനുഷ്യൻ ആരുടെ കോലത്തിലുണ്ടാവുക? അലാ ദീനി ഖലീലിഹി, തൻ്റെ കൂട്ടുകാരൻ്റെ കോലത്തിലുണ്ടാവുക. അർ റസൂൽ, റസൂൽ എന്ന് പറഞ്ഞാൽ ആരാ? അഫ്ളലു മിനൻ നബി, നബിയേക്കാൾ ശ്രേഷ്ഠമുള്ളത്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി കാണിച്ചു തന്നതാട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ 3. അൽ ബഖീൽ, ഏറ്റവും വലിയ പിഷ്കൻ, അത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. ബഖീൽ അൽ മൻ ദുക്കിറത ഇൻദഹു വലം യുസല്ലി അലൈഹി, 4ാമത്തെ പാഠത്തിൽ സല്ലു അല നബി സല്ലല്ലാഹു തസ്ലിമ എന്നുള്ള പാഠത്തിലേ ഇവിടെ പറയുന്നുണ്ട് അൽ ബഖീൽ ആരാണ്? മൻ ദുക്കിറത ഇൻദഹു വലം യുസല്ലി അലൈഹി, ആര് അവൻ്റെ അടുക്കൽ എൻ്റെ പേര് പറയപ്പെട്ടിട്ടും സ്വലാത്ത് ചെല്ലാത്തവൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ എന്ന് കേൾക്കുമ്പോഴത്തേനും സ്വലാത്ത് ചൊല്ലണം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നവനാണ് ബഖീൽ. അല്ലാത്തതാണ് പറയാത്തവനോ ബഖീൽ. ഈ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഇതൊന്നും നോക്കി വെച്ചല്ലോ കേട്ടോ. തീർച്ചയായും നബിമാരുടെ ശരീരങ്ങളെ ഭൂമിയുടെ മേൽ അള്ളാഹു ഹറാമാക്കിയിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അത് ശരിക്കൊന്ന് മനസ്സിലാക്കി വെച്ചോളൂ. നോക്കി, അൽ ബഖീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു 4ാമത്തത്. ഇത് 5 മുത്തക്കി, തഖ്വയുള്ള ആൾക്ക് ലഹുൽ ബിശാറത്തു ഇൻദൽ മൗത്ത്, മരിക്കണ സമയത്ത് ഭയങ്കര സന്തോഷമായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ആൻസർ. നെക്സ്റ്റ് നമുക്ക് നോക്കിയേക്കാം. തമ്മിൻ ബിൽ മുനാസിബി, യോജിച്ചവ ചേർക്കാം. മിനൽ കൗസൈനി, താഴെയുള്ളതിൽ നിന്ന് യോജിച്ചവ ചേർക്കാനാണ്. അവിടെ അനിത്തഖുല്ല, അള്ളാഹുവിന് തഖ്വ ചെയ്യുക. കസംത ലഹു മിനൽ ഖൈർ, നന്മ അവൻക്ക് വീതിച്ചു കൊടുത്തിട്ടുണ്ട്. യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം. മിനൽ ഖൽഖി ആമ, എല്ലാ സൃഷ്ടികളിലേക്കും. മിൻ തൗഖിൽ ബഷർ, മനുഷ്യന്റെ കഴിവിനനുസരിച്ചിട്ട്. ബുഇസ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചത് ആരിലേക്കാ? ഇലൽ ഖൽഖി ആമ, എല്ലാ ജനങ്ങളിലേക്കും അല്ലേ? അപ്പൊ അവിടെ നമുക്ക് അതിന് 1 ഇടാം. വളരെ സിമ്പിൾ ആട്ടോ. പിന്നെ അടുത്തത് മിൻ അഫ്ളലി അയ്യാമിക്കും, നിങ്ങളുടെ ഏറ്റവും വലിയ ദിവസങ്ങളിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ദിവസം ഏതാണ് എന്നുള്ളത് ഒരു ചോദ്യമുണ്ട്. ഏറ്റവും അടിപൊളിയായിട്ടുള്ള ദിവസം ഏതാ? സ്വാഭാവികമായിട്ടും മുസ്ലിങ്ങൾക്ക് ഏറ്റവും ഒരു നല്ല ആഴ്ചയിലെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ദിവസം ഏതാ? അത് നമുക്ക് അപ്പം തന്നെ കിട്ടുന്നുണ്ട്. ഏതാ? യൗമുൽ ജുമുഅ. യൗമുൽ ജുമുഅ സുഖമായിട്ടുണ്ടല്ലേ? അപ്പൊ നമുക്ക് ഇന്ന മിൻ അഫ്ളലി അയ്യാമിക്കും യൗമുൽ ജുമുഅ ഫഅക്സിറു സ്വലാത്ത അലയ്യ, എൻ്റെ മേൽ അന്നത്തെ ദിവസം സ്വലാത്തിൽ അധികരിപ്പിക്കുക എന്ന് പറഞ്ഞൊരു ഹദീസാണ് നമുക്ക് അതിൽ പഠിക്കാനുള്ളത്. 4ാമത്തെ പാഠത്തിലാണ് അതുള്ളത് കേട്ടോ. വലക്കത് വസ്സൈനല്ലദീന ഊത്തുൽ കിതാബ മിൻ ഖബലിക്കും വ ഇയ്യാക്കും. വലക്കത് വസ്സൈനല്ലദീന ഊത്തുൽ കിതാബ, കിതാബ് നൽകപ്പെട്ട അവർക്കും. വലക്കത്, നാം തീർച്ചയായും വസ്സൈന, നാം വസിയത്ത് എഴുതിയിരിക്കുന്നു. അല്ലദീന ഊത്തുൽ കിതാബ, കിതാബ് നൽകപ്പെട്ട ആളുകൾക്ക്, അതായത് ഇഞ്ചീലും തൗറാത്തും നൽകപ്പെട്ടവർക്ക്. മിൻ ഖബലിക്കും, നിങ്ങളുടെ മുമ്പേ കിതാബ് നൽകിയ ആളുകൾക്കും. വയ്യാക്കും, നിങ്ങൾക്ക് എന്താണ്, നിങ്ങളോടും നാം വസിയത്ത് ചെയ്ത കാര്യം എന്താ? എല്ലാവരോടും അള്ളാഹ് പറഞ്ഞ കാര്യം എന്താ അറിയോ? അനിത്തഖുല്ല, അള്ളാഹുവിന് തഖ്വ ചെയ്യണം എന്നാണ്. അപ്പോൾ അനിത്തഖുല്ല, എല്ലാ മനുഷ്യരോടും അള്ളാഹു പറഞ്ഞ കാര്യം അനിത്തഖുല്ല, അള്ളാഹുവിന് തഖ്വ ചെയ്യണം എന്നുള്ള കാര്യമാണ്.
ബല അൽ ഖുർആന ഫിൽ ഫസാദി വൽ ബലാദി ഇലാ ഹദ്ദിൻ ഖറജ മിൻ തൗക്കിൽ ബഷർ. എന്താ വെച്ച് കഴിഞ്ഞാൽ ബല അൽ ഖുർആൻ എത്തി ഫിൽ ഫസാഹത്തി, അതേപോലെ എന്ത് ഫസാഹത്ത് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഫുടത, നല്ല സ്ഫുടതയായിട്ടുള്ളത്. അതേപോലെ തന്നെ വൽ ബലാഗത്തി, ബലാഗത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അതിൻ്റെ സാഹിത്യത്തിലും ഇലാ ഹദ്ദി, ഒരു പരിധി. എങ്ങനത്തെ പരിധിയാണോ? ഖറജ മിൻ തൗക്കിൽ ബഷർ, മനുഷ്യന് സാധിക്കാൻ കഴിയാത്തതിൻ്റെ അപ്പുറത്താണ് എന്ത് ഖുർആനിൻ്റെ സാഹിത്യം എന്നുള്ളത്. അപ്പം 4 നമുക്ക് ആ രണ്ടാമത്തെ പാഠത്തിൽ അൽ ഈമാനു ബിർ റസുലി എന്നുള്ള പാഠത്തിൽ വരുന്ന ആൻസർ ആണ്. അതിൽ രണ്ടാമത്തെ പേജിലെ ലാസ്റ്റ് ആണ് അതിൻ്റെ ഈ ഒരു സെന്റൻസ് വരുന്നത്. അല്ലാഹുമ്മ ബാരിക് ലഹു ഫീമാ ഖസംത ലഹു മിനൽ ഖൈർ. അല്ലാഹുവേ ബാരിക് ലഹു, അവൻക്ക് ബർക്കത്ത് ചെയ്യണേ, ഫീമാ ഖസംത ലഹു മിനൽ ഖൈർ, നന്മയിൽ നിന്ന് അവൻക്ക് എന്താണോ നൽകിയത് ആ ഒരു കാര്യത്തിൽ അല്ലാഹുവേ നീ അവൻക്ക് ബർക്കത്ത് ചെയ്യണേ. ഇതെവിടെ വരുന്നത് അറിയോ? ജലീസ് സ്വാലി എന്നുള്ള പാഠത്തിലെ നല്ല ആളുകള് അല്ല ചീത്ത ആളുകള് നല്ല ആളുകളെ കണ്ടു കഴിഞ്ഞാൽ ദ്വാ ചെയ്യുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. അതേപോലെ തന്നെ നല്ല ആളുകള് ചീത്ത ആളുകളെ കണ്ടു കഴിഞ്ഞാൽ ദ്വാ ചെയ്യുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. യദ്ഉ സ്വാലിഹും ലി ത്വാലിഹിം എന്ന് പറഞ്ഞൊരു സെന്റൻസ് ഒക്കെ ആയിട്ട് അവിടെ അങ്ങനെ പറയുന്നുണ്ട്. ആ ഭാഗത്തു നിന്നാണ് ഇത് വരുന്നത് കേട്ടോ. അപ്പൊ അത് കംപ്ലീറ്റ് ആയി. മാദാ അജാബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹാദിൽ അസ്ഇല. താഴത്തൊരു ചോദ്യങ്ങളുണ്ട്, അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് മറുപടി നൽകിയത് എന്ന് നോക്കാം. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, വ കൈഫ തുറദു സ്വലാത്തുന അലൈക വഖദ അറംത. അല്ല നബി, ഞങ്ങൾ നിങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞു, പക്ഷേ ഞങ്ങൾ എങ്ങനെ സ്വലാത്തില്ല? സ്വലാത്ത് എങ്ങനെ നിങ്ങൾക്കിലേക്ക് എത്തിച്ചേരുക? എങ്ങനെ നിങ്ങളുടെ മേൽ വെളിവാകും? വഖദ അറംത, നബി നിങ്ങൾ ദ്രവിച്ചു പോയിട്ടുണ്ടാവൂലേ? അപ്പൊ അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് മറുപടി കൊടുത്തത്? ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്നു. ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജ്സാദൽ അംബിയായി, തീർച്ചയായും അള്ളാഹു ഭൂമിയുടെ മേൽ നബിമാരുടെ ശരീരത്തെ ഹറാമാക്കിയിരിക്കുന്നു. ഇത് നമ്മൾക്ക് അവിടെ എഴുതിയേക്കണം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മറുപടി ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. യാ റസൂലല്ലാഹ് അയ്യു ജുലസായിന ഖൈർ. നബിയെ, ഏത് കൂട്ടുകാരനെ ഏറ്റവും ടോപ്പായ കൂട്ടുകാരൻ? അവൽ ജലീസ് സ്വാലി എടുക്കാം. അവിടെ നല്ലൊരു ആൻസർ ആട്ടോ. ഇത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൂടിയും, ഇതൊക്കെ ജീവിതത്തിൽ പകർത്തേണ്ടതാണ്, പക്ഷെ ഇതും കൂടി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെ എങ്ങനെയാണോ നോക്കിയേക്കാം. മൻ ദക്കറക്കും ബില്ലാഹി റോയത്തഹു, അവനെ കണ്ടാൽ അള്ളാഹുവിനെ ഓർമ്മ വരും. വസാദ ഫി ഇൽമിക്കും മന്തിക്കു, അവനോട് സംസാരിച്ചാൽ നിന്റെ അറിവ് വർദ്ധിക്കും. വദക്കറക്കും ബിൽ ആഖിറത്തി അമലഹു, അവൻ്റെ പ്രവർത്തനം കണ്ടാൽ നമുക്ക് ആഖിറത്തിനെ ഓർമ്മ വരും. ഇതാണ് ഏറ്റവും നല്ല കൂട്ടുകാരൻ. അപ്പം നമ്മുടെ കൂട്ടുകാരനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഓർമ്മ വരിക എന്നുള്ളത് കഴിയുന്നവരൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ, വെറുതെ ഒരു രസമായിട്ട്. അപ്പം ഇതാണ് ഏറ്റവും നല്ല കൂട്ടുകാരൻ. അവനെ കണ്ടു കഴിഞ്ഞാൽ അള്ളാഹുവിന് ഓർമ്മ വരും. അവനോട് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അറിവ് വർദ്ധിക്കും. അവൻ്റെ പ്രവർത്തനം കണ്ട് നമുക്ക് ആഖിറത്തെ ഓർമ്മ വരും. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയേക്കാം. യാ റസൂലല്ലാഹ് മൻ അക്രം നാസ്, ജനങ്ങളിലെ ഏറ്റവും വലിയ മാന്യനാരാ? അൽ മുത്തഖി, തഖ്വയുള്ള ആള്. നമ്മൾ ഫസ്റ്റ് ആൻസർ പഠിച്ചു, തഖ്വയുള്ള ആള് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്. ഉക്തുബ് സലാസത്തും മിൻ കുല്ലി മിമ്മാ യഅതി, 3 എണ്ണം എഴുതണം. താഴെയുള്ളതിനൊക്കെ 3 ഓപ്ഷൻ എഴുതണം. ഫവായിദുൻ റത്തബ അല്ലാഹു തആല അല തഖ്വ, തഖ്വ ഉള്ള ആൾക്ക് അള്ളാഹ് കൊടുക്കുന്ന കുറച്ച് ഫായിദകൾ, ഉപകാരങ്ങൾ. ഒരാൾക്ക് നല്ല തഖ്വ ഉണ്ടെങ്കിൽ അള്ളാഹു അദ്ദേഹത്തിന് കൊടുക്കുന്ന ഉപകാരങ്ങൾ ഏതൊക്കെയെന്നുള്ളത് നമുക്ക് നോക്കിയേക്കാം. തഖ്വന്റെ പാടടക്കി ഒരുപാട് ഉപകാരങ്ങൾ കേട്ടോ. റത്തബല്ലാഹു അല തഖ്വ കണോ, റത്തബല്ലാഹു സുബ്ഹാനഹു തആല അല തഖ്വ ഖൈറാത്തിൻ അലീമ വ ഫവായിദിൻ ജസീമ. 1 നുസ്റത്തുല്ലാ, അള്ളാഹുവിന്റെ സഹായം. വഹിഫ്ലുഹു, അള്ളാഹുവിന്റെ സംരക്ഷണം. വനജാതു മിനന്നാർ, നരകത്തിൽ നിന്നുള്ള മോചനം. വതഖല്ലുസു മിന ശദായിദ്, ആപത്തുകളിൽ നിന്നുള്ള രക്ഷപ്പെടൽ. വഹുസൂലു റിസ്ഖി മിമ്മാ ഹൈസു ലാ യഹ്തസിബ്, പ്രതീക്ഷിക്കാത്ത രീതിയിൽ റിസ്ഖ് കരസ്ഥമാവാൻ. അപ്പോൾ ഒരു 3 എണ്ണല്ലേ പഠിക്കേണ്ടത്? അള്ളാഹുവിന്റെ സഹായവും അള്ളാഹുവിന്റെ സംരക്ഷണവും നരകത്തിൽ നിന്നുള്ള രക്ഷപ്പെടലും. സിമ്പിളായില്ലേ? ഇനിയുണ്ട് കേട്ടോ, ഇവിടെ ഒക്കെ കുറേ ഉണ്ട്. അൽ യുസ്റു ഫിൽ അംരി ഉഫ്രാനു ദുനൂബ്, അങ്ങനെ കുറേ ഉണ്ട് അവിടെ. നമുക്കടുത്തത് ഫവായിദു സ്വലാത്ത് അല നബി, നബിയുടെ മേൽ സ്വലാത്ത് ചെല്ലിയാക്കേണ്ട 3 ഗുണങ്ങൾ. സിമ്പിളല്ലേ? അള്ളാഹു അവൻ്റെ മേൽ 10 സ്വലാത്ത് ചെല്ലും, പാപങ്ങൾ പൊറുക്കപ്പെടും, പിന്നെ അതേപോലെ തന്നെ എന്താണ്, അവൻ്റെ ദറജ ഉയർത്തപ്പെടും. 3 എണ്ണം ആയില്ലേ? സുഖമായില്ലേ?
മോജിസാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ മോജിസത്തുകൾ ഉഷാറായിട്ട് എഴുതിക്കൂടെ? ചന്ദ്രൻ പിളർന്നത്, ഇസ്രാ, മിഅറാജ്, പരിശുദ്ധ ഖുർആൻ ഷരീഫ്, പിന്നെന്താണ് മൃഗങ്ങൾ സംസാരിച്ചത്, അതേപോലെ തന്നെ എന്താണ് വിരലുകൾക്കിടയിൽ നിന്നും വെള്ളം ഉറവെടുത്തത്, ഇഷ്ടം പോലെ നമുക്ക് ഏത് മൂന്നെണ്ണം എഴുതിയാൽ. കമ്മിലിൽ ഫറ യോജിപ്പിച്ചത് പൂരിപ്പിക്കുക, അല്ല സോറി എന്താണ് പൂരിപ്പിച്ചത്, എന്താ പറയാ, വിട്ട ഭാഗം പൂരിപ്പിക്കുക, ഒഴിവുള്ള ബ്ലാങ്ക്സ്, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. തഖ്വൽ ഇലാഹു മദാറു കുല്ലി സആദത്തിൻ വതിബാഉ അഹ്വ റഅസു ശർരിഹബ ഇല. ഞാൻ നേരത്തെ കാണിച്ചു തന്നു. ഇദാ കുൻത ഫീ ഖൗമിൻ ഫസാഹിബ് ഖിയാറഹും വലാ തസ്ഖബിൽ അർദാ ഫതർദാമ അർദാ. അതെവിടെ നമുക്ക് നോക്കിയേക്കാം. ഇദാ കുൻത ഫീ ഖൗമിൻ ഫസാഹിബ് ഖിയാറഹും, മിക്കവാറും ജലീസു സ്വാലിഹിലാണ് ആ പാട്ട് വരുന്നത്. അപ്പൊ ജലീസു സ്വാലിഹില് നമുക്ക് നോക്കിയേക്ക്, ഇദാ കുൻത ഫീ ഖൗമിൻ ഫസാഹിബ് ഖിയാറഹും ഫലാ തസ്ഖബിൽ അർദാ ഫതർദാമ അർദാ. നീ ഒരു സമൂഹത്തിലായി കഴിഞ്ഞാൽ അവിടെയുള്ള ഏറ്റവും നല്ല ആളുകളോട് കൂട്ടുകൂടുക, ഒരിക്കലും താഴ്ന്ന മോശപ്പെട്ട ആളുകളോട് കൂട്ടുകൂടരുത്. കാരണം എന്താ? ഫതർദാമ അർദാ, അവരുടെ കൂടെ നീയും മോശപ്പെട്ടു പോകും എന്നുള്ളത് കാരണത്താൽ തന്നെയാണ്. ഓക്കെ, എൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനലി ഒരു പേപ്പറും കൂടി നമുക്കുള്ളത്. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹുവ ഇംതിസാലു അവാമിലില്ലാഹി തആല വ ഇജ്തിനാബുൻ നവാഹി എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളെ കൊണ്ട് കൽപ്പിക്കലും വിരോധിച്ച കാര്യങ്ങളെ ഒഴിവാക്കലുമാണ്. മാതാകാല മാലിക് ഇബ്നു ദീനാർ അൻ ജുലസാഇൽ ഖൈർ, നല്ല കൂട്ടുകാരന്മാരെ കുറിച്ചിട്ട് എന്താണ് മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്? എന്താ? ഇവിടെ തന്നെ ഉണ്ട്, സിമ്പിളാണ്. വഖാല മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു, മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നക അൻ തൻകുലിൽ അഹ്ജാറ മാൽ അബ്റാർ, നല്ല ആളുകളുടെ കൂടെ കല്ല് നീക്കാൻ കൂടലാണ്, അതായത് നല്ല ആളുകളാണെങ്കിൽ അവരുടെ ഒപ്പം കല്ല് നീക്കാൻ പോവലാണ്, ഖൈറുലക, അതാണ് നമുക്ക് ഏറ്റവും നല്ലത്. മിൻ, ഏതിനേക്കാൾ എന്നറിയോ? അൻ തഅകുലൽ ഖബീസ മാൽ ഫുജ്ജാരി, കൂട്ടുകാരുടെ ഒപ്പം മന്തി കഴിക്കാൻ പോണേക്കാളും നല്ലതേ എന്താണ്? അവിടെ കോറിപ്പണിക്ക് പോണതാണ് എന്നർത്ഥം. എങ്ങനത്തെ കൂട്ടുകാർ? മോശപ്പെട്ട കൂട്ടുകാരുടെ ഒപ്പം മന്തി കഴിക്കാൻ പോകുന്നതിനേക്കാളും ഏറ്റവും നല്ലത് നല്ല കൂട്ടുകാരന്മാരുടെ ഒപ്പം എന്ത് ചെയ്യാനാണ്? കോറിയിലേക്ക്, വെട്ടല്ലോ കോറിയിലേക്ക്, അല്ലെങ്കിൽ കല്ല് നീക്കാൻ പോകലാണെന്ന്. മന്തി എന്ന് പറഞ്ഞത് ജസ്റ്റ് ഒരു ഉപമയിട്ടോ. എന്താ ഹബീസ് എന്ന് പറഞ്ഞാൽ ശരിക്കും അർത്ഥം ഹൽവാ ഉൻ മസ്നുഅത്ത് മിൻ ദഖീഖിൻ വ തംറിൻ മസം, അരിപ്പൊടി, ഈത്തപ്പഴം, നെയ്യ്, ഇതുകൊണ്ടൊക്കെ മിക്സ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. നല്ലൊരു ടേസ്റ്റ് ഉള്ള ഒരു വസ്തുവാണ് ഹബീസ് എന്ന് പറഞ്ഞത്. അത് തെമ്മാടികളുടെ ഒപ്പം കഴിക്കാൻ പോണേക്കാളും നല്ലതാണ്. ഇതാണ് മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അടുത്തത് അസ്സലാത്തു മിനല്ലാഹി തആല, അല്ല സ്വലാത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? അല്ല സ്വലാത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാലാമത്തെ പാഠം എടുത്ത് നോക്കി. അല്ല സ്വലാത്തുള്ള ഒരു അർത്ഥം റഹ്മത്തുൽ മക്റൂനത്ത് ബി താലിം, ആദരവിനോട് യോജിച്ച രീതിയിലുള്ള റഹ്മത്താണ്, കരുണ ചെയ്യലാണ് നമ്മൾ പറഞ്ഞു അല്ലെ. തർജ്ജം ചെയ്യുക. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ഹുദ വത്തുക വൽ അഫാഫ വൽ ഗിന, നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ ഉൾപ്പെടുത്തേണ്ട കാര്യം. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുന്നു, അൽ ഹുദ, സന്മാർഗം, വത്തുക, തഖ്വയും, തഖ്വ പറഞ്ഞു കഴിഞ്ഞാൽ സൂക്ഷിക്കൽ, അള്ളാഹു നിന്നെ സൂക്ഷിക്കൽ, വൽ അഫാഫ, ചാരിത്ര ശുദ്ധിയും, വൽ ഗിന, സമ്പന്നതയും. അപ്പൊ ഇതാണ് ഞാൻ അള്ളാഹുവെ നിന്നോട് ചോദിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, ഇത്തഖുല്ല, നിങ്ങൾ തഖ്വയുള്ളവരാകുക, അള്ളാഹുവിനെ സൂക്ഷിക്കുക, വകൂനു മഅസ് സ്വാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരുടെ കൂടെ ആവുകയും ചെയ്യുക. ഇതാണ് അതിന്റെ തർജ്ജമ. നമ്മൾ ഈ ദുറൂസിൽ ഇങ്ങനെ ഹദീസുകളായിട്ടും ആയത്തുകളായിട്ടും വന്നതിന്റെ തർജ്ജമ ഒന്ന് നോക്കി വെച്ചോളീം, അതായിരിക്കും സാധ്യത കൂടുതൽ വരാൻ. ഉക്തുബുൽ മാനലി അർബ കലിമാത്തിൻ, താഴെയുള്ള 4 ഉത്തരം എഴുതിയാൽ മതി. മുഖ്തരിയ, ശാസ്ത്രജ്ഞൻ, ലബിനത്തുൻ, ഇഷ്ടിക, മിസ്കുൻ, സുഗന്ധം, ഇൻഷിക്കാക്ക്, പിളരൽ, തഅലീം, ബഹുമാനം, ബഹുമാനിക്കല്, ഫൗസ്, വിജയം. അപ്പം ഓക്കെ മക്കളെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ദുറൂസ്. ഇൻഷാ അല്ലാഹ് നല്ല രീതിയിൽ എല്ലാ പാഠങ്ങളും ഒന്ന് തദ്രീബാത്ത് പ്രത്യേകിച്ചൊന്ന് നോക്കണം. എല്ലാവരും തദ്രീബാത്ത് ഒറ്റ വട്ടെങ്കിലും ഒന്ന് വായിക്കണം, മനസ്സിരുത്തി വായിക്കണം.
അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് തദ്രീബാത്ത് നേരങ്ങത്തിലൊന്ന് നോക്കുക. ഇപ്പോൾ ഇവിടെയും ഒരുപാട് ക്വസ്റ്റ്യൻ വരുന്ന രീതികൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ ഭാഗങ്ങളിൽ നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മക്കൾക്കും നല്ല രീതിയിൽ ഉന്നത വിജയം എടുക്കാൻ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം, നമ്മുടെ ഗൈഡ് ഓൺ ട്യൂഷൻ്റെ കീഴിൽ നല്ല അടിപൊളിയായിട്ട് ക്രാഷ് കോഴ്സ് സംഘടിപ്പിക്കുന്നുണ്ട്. താല്പര്യമുള്ള വിദ്യാർത്ഥികളും എന്ത് ചെയ്യാം, നമ്മുടെ 10ാം ക്ലാസ്സിൻ്റെ ബാച്ചിലേക്ക് അവർക്ക് ജോയിൻ ചെയ്യാം. 3 മാസക്കാലത്തോളം കണ്ടിന്യൂസ് ആയിട്ട് എക്സാമും മെൻ്റൽ സിസ്റ്റവും എല്ലാ ഞായറാഴ്ചകളിലും മോക്ക് ടെസ്റ്റും എല്ലാം ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ലൊരു കോഴ്സ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ടാവും. അവർക്ക് അതിലൂടെ ഗൈഡ് ഓണിൻ്റെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം, ഡീറ്റെയിൽസ് അന്വേഷിക്കാം. അല്ലെങ്കിൽ നമ്മുടെ കോഴ്സ് എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ ചാനലിൽ തന്നെ അതിൻ്റെ വീഡിയോ ഉണ്ട്, അത് കണ്ട് മനസ്സിലാക്കാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ പരീക്ഷ എഴുതാനും നല്ല മാർക്ക് സ്കോർ ചെയ്യാനും തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ നമുക്ക് താൽക്കാലികം ഇവിടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.